വന്യമൃഗ ആക്രമണം ചെറുക്കാൻ AI സാങ്കേതിക വിദ്യയുമായി വനം വകുപ്പ്. കേരള സർക്കാരിന് കീഴിലുള്ള സഹകരണ സ്ഥാപനമായ ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉപസ്ഥാപനമായ ദിനേശ് IT സിസ്റ്റംസ് ആണ് വന്യമൃഗാക്രമണം ചെറുക്കാൻ AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ നിർണായക പങ്ക് വഹിച്ചത്. ഇതോടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് ഊന്നൽ നൽകി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും മുൻകൂർ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായാണ് നിർണായക ഇടപെടലുമായി ദിനേശ് IT സിസ്റ്റംസ് രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന പൊതുഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ അംഗീകൃത സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വയനാട് ചെതലത്ത് റേഞ്ചിന് കീഴിൽ 10 കിലോമീറ്റർ ദൂരത്തോളം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വിന്യസിച്ചുകൊണ്ട് DAS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ സഞ്ചാരപഥം കൃത്യമായി മനസ്സിലാക്കി കൺട്രോൾ റൂമിലേക്ക് വിവരം നൽകുന്നതും ഒപ്പം തന്നെ അവയെ പ്രതിരോധിച്ചു തിരികെ കാട്ടിലേക്ക് കയറ്റുവാനുള്ള സംവിധാനവുമാണ് ഇവർ ഒരുക്കിയത്. AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തെർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അലർട്ട് കൊടുക്കുന്നൊരു സംവിധാനമാണ് ഇന്ന് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഗവൺമെൻറ് നേരിടുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന രീതിയിൽ ആ ഭീഷണിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കാണ് കേരള ദിനേശ് ഈ നമ്മുടെ IT സിസ്റ്റം ഇത്തരത്തിലൊരു പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വനമേഖലയിലേക്കും പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഇവർ ഏറ്റെടുത്തുള്ള പരിപാടികൾ ഫലപ്രദമാണ്, പ്രായോഗികമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കേരളത്തിലെ 12 ഹോട്ട്സ്പോട്ടുകളിലും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഭരണകൂടങ്ങളുടെ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു പോകാനല്ല, നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സോഫ്റ്റ്വെയർ കേരള ദിനേശിന്റെ സ്വന്തം ഡാറ്റാ സെന്ററിൽ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രദേശവാസികൾക്കും തത്സമയ വിവരം ലഭിക്കും. കഴിഞ്ഞ വർഷം മെയ്, ജൂൺ മാസങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയിച്ചതിനാലാണ് ഇപ്പോൾ ഈ പദ്ധതി വനം വകുപ്പ് നടപ്പിലാക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.